നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ആരംഭിക്കുന്ന ഡേറ്റിൽ ചെറിയ മാറ്റം വരുത്തിയതായിട്ട് ESPN Cricinfo റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫൈനൽ നടക്കുന്ന ഡേറ്റും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് Cricinfoയുടെ റിപ്പോർട്ട്. പക്ഷേ ഇത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല. അടുത്ത ആഴ്ചയോടുകൂടി IPL ഗവേണിംഗ് കൗൺസിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഒരു മീറ്റിംഗ് കൂടി തീരുമാനമെടുത്ത് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തും എന്നാണ് ഇപ്പോൾ ESPN Cricinfo റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി, തിങ്കളാഴ്ച മുതൽ അടുത്ത ആഴ്ചയാണ്. അപ്പോൾ ഏത് ദിവസവും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാം എന്നർത്ഥം. ഈ IPL ഷെഡ്യൂൾ ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നത് വൈകുന്നതിനുള്ള കാരണമായിട്ട് ഇപ്പോൾ ESPN Cricinfo ചൂണ്ടിക്കാണിക്കുന്നത് അസമിലും തമിഴ്നാടുവിലും വെസ്റ്റ് ബംഗാളിലും അസംബ്ലി ഇലക്ഷൻസ് നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ പ്രഖ്യാപനവും ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ ESPN Cricinfoയുടെ റിപ്പോർട്ട്. നമ്മൾ വിശദമായിട്ട് നോക്കാം. IPL will start on March 28, 2 days after what the BCCI had originally planned. അതായത് BCCI ഈ ഓപ്ഷന് മുമ്പ് ഓരോ ഫ്രാഞ്ചൈസികളെയും അറിയിച്ചിരുന്നത് മാർച്ച് 26 IPL ആരംഭിക്കുമെന്നാണ്. ഇപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തി 2 ദിവസം അങ്ങോട്ടേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് മാർച്ച് 28 ടൂർണമെൻറ്റ് ആരംഭിക്കാനാണ് BCCI തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ESPN Cricinfo റിപ്പോർട്ട് ചെയ്യുന്നത്. ESPN Cricinfo has learned that the IPL has internally decided to change the start date to March 28 and have the final on May 31st. ഫൈനൽ മത്സരം മെയ് 31 ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി ESPN Cricinfo മനസ്സിലാക്കിയതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ മനസ്സിലാക്കിയതായിട്ട് പറയുന്നത് IPL ഗവേണിംഗ് കൗൺസിൽ അടുത്ത ആഴ്ച ഈ ഒരു പ്ലാൻ ഫൈനലൈസ് ചെയ്യാനും അതുപോലെ ഷെഡ്യൂൾ റിലീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അടുത്ത ആഴ്ച മീറ്റിംഗ് കൂടും. ഇപ്പോൾ ഇത് ഡിലേഡ് ആയിരിക്കുന്നത് അസം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ വരാനുണ്ട്. അത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിലാണ് KKRൻ്റെ ഹോം ഗ്രൗണ്ട് ഉള്ളത്. തമിഴ്നാടു ചെന്നൈയിലാണ് ഈ CSKയുടെ ഹോം ഗ്രൗണ്ട് ഉള്ളത്. അതുപോലെ തന്നെ അസമിലാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഗോഹട്ടിയിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ സെക്കൻഡ് വെന്യൂ ഉള്ളത്. അപ്പം മത്സരങ്ങളെ ഈ അസംബ്ലി ഇലക്ഷൻ ബാധിക്കാൻ സാധ്യതയുണ്ട്. 2008 ആരംഭിച്ച IPLനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിൽ 2009, 2014, 2019, 2024 ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യത്ത് ജനറൽ ഇലക്ഷനോ അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനോ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ 2 ഘട്ടങ്ങളായിട്ട് IPL ഷെഡ്യൂൾ പ്രഖ്യാപിക്കാറുണ്ട് ഗവേണിംഗ് കൗൺസിൽ. അതുപോലെ തന്നെ ആയിരിക്കും ഇത്തവണ തീരുമാനമെടുക്കുക എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും വരും ദിനങ്ങളിൽ IPLൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപനം വരും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം കൂടി എടുക്കാനുള്ളത് ഓപ്പണിംഗ് മത്സരം, ഉദ്ഘാടന മത്സരം എവിടെ വെച്ച് നടത്തുമെന്നുള്ളതാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലവിലെ ചാമ്പ്യന്മാരാണ്. അവർ ഉദ്ഘാടന മത്സരം കളിക്കേണ്ടതുണ്ട്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ തവണ അവരുടെ ആഘോഷ പരിപാടിക്കിടയിൽ ഉണ്ടായ സ്റ്റാമ്പേഡും അതിൽ 11 പേര് മരണപ്പെട്ടതും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ കളി നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഫൈനലൈസ് ചെയ്ത് തീരുമാനിക്കേണ്ടത്. ഏതായാലും അടുത്ത ആഴ്ച ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഫൈനൽ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.